മുംബൈയിൽ കനത്ത മഴ തുടരുന്നു. മഹാനഗരം റെഡ് അലർട്ടിലാണ്. നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളുമായി മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ച ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. മഹാനഗരം റെഡ് അലേർട്ടിലാണ് ഇപ്പോഴുള്ളത്. നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ച ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയണം. ട്രാൻസ് ഹാർബർ റെയിൽ ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട്. അണ്ടർപാസുകൾ അത്രയും വെള്ളത്തിനടിയിലാണ്. രാത്രി മുഴുവനും പെയ്ത കനത്ത മഴയിൽ മുംബൈയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി 100 മില്ലിമീറ്ററിലേറെ മഴയാണ് രേഖപ്പെടുത്തിയത്. കല്യാൺ, ഡോംബിവി, കർജത്ത്, നേരൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് തുർബെ കോപ്പർ ഖൈറനെ ട്രാൻസ് ഹാർബർ റെയിൽ പാതയിൽ ട്രാക്കിന് താഴെയുള്ള മണ്ണൊലിച്ചു പോയതോടെ ലോക്കൽ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. അന്ധേരിയിലെ അണ്ടർപാസും വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി അണ്ടർപാസ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച റിക്ഷ ഡ്രൈവർ അടക്കം അപകടത്തിൽപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുംബൈ, പാൽഘർ മേഖലകളിൽ റെഡ് അലേർട്ടും താനെയിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ വിഭാഗങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.